എല്ലാവർക്കും വാരാഹി അമ്മയുടെ ഡേ 7 പൂജയിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് വീഡിയോസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചതായിട്ടും ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ. ശരിക്കും ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു മന്ത്രം എന്ന് പറയുന്നത് നല്ല അത്ഭുതം പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രസാദിക്കുന്ന ദേവിയുടെ ഒരു അത്ഭുത മന്ത്രമാണ്. ഈ മന്ത്രം ശരിക്കും നിങ്ങൾ ജപിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഒരു മിസ്റ്റേക്കും കൂടാണ്ട് അല്ലെങ്കിൽ എററും കൂടാണ്ട് ആയിരിക്കണം ജപിക്കേണ്ടത്. കൊച്ചു കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് നല്ല പഠിക്കാനുള്ള ബുദ്ധിയും അതുപോലെ തന്നെ നല്ല രീതിയിൽ വളർന്നു വരുവാനും ഒക്കെ ഏറ്റവും ബെനിഫിറ്റ് ആവുന്ന മന്ത്രമാണ്. തൊഴിൽ രഹിതരായിട്ടുള്ളവർക്കും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എത്ര ശ്രമിച്ചിട്ടും ഒന്നും ശരിയാവാത്തവർക്കൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് അശുദ്ധമായിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാമോ എന്നുള്ളത്. ധ്യാനിക്കുന്നതിന് തെറ്റൊന്നുമില്ല കേട്ടോ. ദേവിയുടെ മന്ത്രം വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ധ്യാനിച്ചാൽ ഒരു പ്രോബ്ലവും ഇല്ല, അതിനൊന്നും വിഷയമില്ല. പക്ഷേ പൂജകളിലൊന്നും ഏർപ്പെടരുത്, അതെടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദേവിയുടെ മന്ത്രം രാത്രി ജപിച്ചാൽ അത്യുത്തമമാണ്. വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ സാധിച്ചു കിട്ടും. വെറുതെ ഒരു പരീക്ഷണം പോലെ നമ്മൾ ദേവിയുടെ മന്ത്രം ചൊല്ലരുത്. വളരെ ശ്രദ്ധാപൂർവം വിശ്വാസത്തോടു കൂടി തന്നെ ആയിരിക്കണം ജപിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു മന്ത്രം ഏതാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇത് ശരിക്കും വളരെ അത്ഭുതം പ്രദാനം ചെയ്യുന്ന മന്ത്രമാണ്. സർവ്വ ദുഃഖങ്ങളും അകറ്റി നല്ലൊരു ജീവിതം മുന്നേറുവാനും അല്ലെങ്കിൽ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് തുടരാനും, അല്ലെങ്കിൽ കലഹമുള്ള കുടുംബമാണോ എന്നാൽ അതൊക്കെ മാറ്റി നിങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുവരുവാനായിട്ട് സഹായിക്കും. ചതിയിലോ അല്ലെങ്കിൽ തെറ്റുകളിലൊന്നും ഏർപ്പെടാതെ നിങ്ങളെ ചേർത്ത് പിടിക്കും അമ്മ, അത് ഉറപ്പാണ്. ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ വേണ്ടി തന്നെ ഏറ്റവും അത്ഭുതകരമായ മന്ത്രമാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു മന്ത്രം വളരെ ശ്രദ്ധയോടു കൂടി വേണം ജപിക്കാറുള്ളത്. വീഡിയോസിൽ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ പലരും എന്നോട് ചോദിച്ചു, പല സംശയങ്ങളും ഞാനിപ്പോൾ ആലോചിക്കും, ഞാൻ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ച് കേൾക്കാത്തത് കൊണ്ടല്ലേ ആ ചോദ്യം വീണ്ടും വന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക. എനിക്കറിയാം അന്യരാജ്യത്ത് ജോലി ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒരാളും ഹെൽപ്പ് ചെയ്യാനില്ലാതെ അവരുടെ വിഷമങ്ങൾ ഓപ്പണായിട്ട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിഷമങ്ങൾ കൊണ്ടൊരു കുമ്മാരം കൊണ്ട് അങ്ങനെ നിൽക്കുന്ന പലരും ഉണ്ടാവും. അവർക്കൊക്കെ ഈ ഒരു വീഡിയോ എന്തായാലും സപ്പോർട്ടീവായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരിക്കലും നമ്മൾ ഏത് പ്രതിസന്ധി വന്നാലും സൂയിസൈഡ് പോലുള്ള കാര്യങ്ങളിലേക്ക് ചിന്ത പോലും വരാൻ പാടില്ല. കാര്യം അത് നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന പലരെയും ബാധിക്കും. അത് ശരിക്കും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മളെ സൃഷ്ടിച്ച ദൈവമാണ് തീരുമാനിക്കുന്നത് നമ്മുടെ മരണം എങ്ങനെയാണെന്നുള്ളത്. അതുവരെയുള്ള എല്ലാ കർമ്മങ്ങളും നമ്മൾ പൂർത്തീകരിക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്, അല്ലേ? ആ ഒരു സമയം നമുക്ക് പല പ്രതിസന്ധിയിലൂടെ കടന്നു പോകും. ഞാനടക്കം എന്തോരം കാര്യങ്ങൾ അനുഭവിച്ചിരിക്കുന്നു. അതുപോലെ നമ്മൾ ആ ഒരു പ്രതിസന്ധി നമ്മൾ മുറുകെ പിടിക്കുക, നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്, അല്ലേ? ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ളൊരു ആശ്വാസം നമ്മളെ എപ്പോഴും എല്ലാത്തിലും ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കും. നമ്മളെ ഒരാൾക്കും നമ്മൾ അന്നേരം തൊടാൻ പോലും പറ്റില്ല. മോശമായിട്ടുള്ള കാര്യങ്ങൾ ചിത്രീകരിക്കാനും പലരും ചതിക്കപ്പെടാൻ വരെ പെട്ടിട്ടും ഉണ്ടാവും, അല്ലേ? അപ്പോൾ നമ്മൾ ദേവിയുടെ ഭക്തരാണെന്നുണ്ടെങ്കിൽ അവരെ അതിലൊന്നും സമ്മതിക്കില്ല ദേവി. അവരൊക്കെ അതിൽ നിന്ന് അതായത് നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കാനേ നോക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ആ രീതിയിലുള്ള സൂയിസൈഡ് പോലുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും പലരോടും ചോദിച്ച് അഭിപ്രായം തേടുക. വിശ്വാസമുള്ളവരോട് സംസാരിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച ശേഷം മാത്രം മുന്നോട്ട് പോവുക. അതല്ലാതെ വെറും ഒരു തീരുമാനം, പെട്ടെന്നുള്ള എടുത്തുചാട്ടം അത്ര നല്ലതല്ല. അത് ഞാൻ എടുത്തു പറയാൻ കാര്യം, ഞാൻ ഈ പറയുമ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന എന്തെങ്ങനെയൊക്കെ പറയുന്നത്, എന്നാൽ പല കമൻസുകളും എല്ലാം കൂടി ചേർത്ത് ആണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോസിൽ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമൻസ് എല്ലാം ഇതിലായിരിക്കും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ലാസ്റ്റത്തെ വീഡിയോയിലെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ദേവിയുടെ മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് ഞാൻ പറയാം, അത് ശ്രദ്ധാപൂർവം ചൊല്ലുക. ഓം ശംഖിന്യേ നമഃ, ഓം ചക്രിന്യേ നമഃ, 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 ഓം ശംഖിന്യേ നമഃ,
ഓം ചക്രന്യേ നമഃ. ഓം ശംഖിന്യേ നമഃ. 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 ഓം ചക്രന്യേ നമഃ.